വെൽക്കം ടു SFX. ഇന്ന് നമ്മൾ കോട്ട ഫാബ്രിക്കിൽ വരുന്ന കുറച്ച് സൽവാർ സ്യൂട്ട്സിന്റെ കളക്ഷൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി റിക്വസ്റ്റ് കാരണമാണ് നമ്മൾ കോട്ട ഫാബ്രിക്കിന്റെ, അതായത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എൻ്റെ ഫോട്ടോ അയച്ചു തരാമെന്ന് വെച്ചാൽ അയച്ചു കൊടുക്കാനെങ്കിലും ഒന്ന് രണ്ടെണ്ണം കാണും. ഈ പ്രാവശ്യം നമ്മളിപ്പോൾ ഒരു 4-5 മാസമായിട്ട് കോട്ട ഫാബ്രിക് നമ്മൾ വീഡിയോയിലിടുന്ന കംപ്ലീറ്റ് സെറ്റും സോൾഡ് ആവുകയാണ്. അപ്പോൾ ചിലർ വന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് പോകും തീർന്നു പോകണം. കാരണം നമ്മൾ അത്രയും എൻക്വയറി ഉള്ളതുകൊണ്ടാണ് തീർന്നു പോകണേ. നമ്മൾ സെയിലിന് വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം വെച്ചിരിക്കുന്നത്. എനിക്ക് ആർക്കും തരണമെന്നോ തരാതിരിക്കണമെന്നോ ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ആർക്കാണെങ്കിലും മെറ്റീരിയൽ തരും. അപ്പോൾ തീർന്നു പോയിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, പെട്ടെന്ന് തീർന്നു പോകണമാണ്. ഓരോരുത്തർ പെട്ടെന്ന് ബുക്ക് ചെയ്യുമ്പോൾ സോൾഡ് ഔട്ട് ആവുന്നതാണ് കേട്ടോ. അപ്പോൾ സോൾഡ് ഔട്ട് എന്ന് പറയുന്നത് സാധനം ഉണ്ടായിട്ടല്ല നമ്മൾ പറയുന്നത്, തീർന്നു പോകണോണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോ മിസ്സാക്കാതെ കാണണം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ഇന്ന് വേറെ തിരിക്കുന്നതും കോട്ട ഫാബ്രിക്കിൽ വരുന്ന ഒരു സെറ്റാണ് കേട്ടോ. അടിപൊളിയാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ ഫാബ്രിക് യൂസ് ചെയ്യാനായിട്ട്. അതിൽ വന്നിരിക്കുന്ന ഒരു കളക്ഷൻ ഇത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ. അപ്പോൾ ഇത് നമുക്ക് കാണാം. ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേർതിരിക്കുന്നതിൻ്റെ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യെല്ലോ ആണ്, ഭയങ്കര ഭംഗിയുണ്ട്. ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ്. നല്ല ലെങ്ത്തും ഉണ്ട് കണ്ടോ, മെറ്റീരിയലിന്റെ ലെങ്ത് കണ്ടോ, ഇത്രയും ലെങ്ത് ഉണ്ട്. 48 ഇഞ്ച് ഇറക്കത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇട്ടിട്ടു. ഇത് ഞാൻ ജോയിന്റ് ഒന്നും കൊടുത്തിട്ടല്ല കേട്ടോ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. എനിക്ക് 48 ലെങ്ത് കിട്ടി കേട്ടോ. ഇത് എല്ലാ മെറ്റീരിയൽസും, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, എല്ലാ മെറ്റീരിയൽസും അതായത് നമ്മൾ ഹാൻഡ് ബ്ലോക്കിൽ ചെയ്യുന്ന കോട്ടൺ, അതുപോലെ തന്നെ കോട്ട, അതുപോലെ ചന്തേരി, മഹേശ്വരി, ഈ ഫാബ്രിക്കുകളെല്ലാം നമുക്ക് ജോയിന്റ് കൊടുത്താലാണ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഫാബ്രിക് തികയുള്ളൂ. ചില മെറ്റീരിയൽ 90% മെറ്റീരിയൽസും നമുക്ക് ജോയിന്റ് കൊടുക്കേണ്ടി വരും. ഒരു 10% മെറ്റീരിയൽസിനാണ് നമുക്ക് ഫുൾ ലെങ്ത്തിൽ ഒറ്റ ഇതിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ജോയിന്റ് കൊടുക്കേണ്ടി വരും. അത് ആ മെറ്റീരിയൽസ് എല്ലാം അങ്ങനെയാണ് വരുന്നത്. സോ അത് നമ്മുടെ കടയിൽ നിന്ന് എടുക്കുന്നോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കടയിൽ നിന്ന് എടുക്കുന്നതിൻ്റെ ഒന്നും അല്ല. ആ മെറ്റീരിയൽസിന്റെ നേച്ചർ അങ്ങനെയാണ്. അത് ആ ഒരു ഇതിലാണ് വരുന്നത്, ആ ഒരു ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. പക്ഷെ ഇതെനിക്ക് ജോയിന്റ് ഒന്നും ഇല്ലാണ്ട് കിട്ടി. അപ്പോൾ ചില മെറ്റീരിയൽസ് ഫുൾ ലെങ്ത്തിൽ നമുക്ക് ഒറ്റ ഇതിൽ കിട്ടും. അത് അതിൻ്റെ നേച്ചർ അങ്ങനെയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ആ ഒരു ലെങ്ത്തിൽ ഒറ്റ ഇതിൽ കിട്ടും കണ്ടോ, ഇങ്ങനെ വരും. പക്ഷെ ലെങ്ത് ഇല്ലെങ്കിൽ നമുക്ക് ജോയിന്റ് കൊടുക്കാനായിട്ടുള്ള ഫാബ്രിക് ഇതിനകത്തുണ്ട്. ആവശ്യത്തിന് വീതിയൊക്കെ ഉള്ള മെറ്റീരിയലാണ്. ആൻഡ് ഈ ഒരു ബോർഡർ ഒക്കെ നമുക്ക് ലെങ്ത് കൂട്ടാനായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വരും ഫസ്റ്റ് ഷെയ്ഡ്. ഞാൻ വേർതിരിക്കുന്നതിൻ്റെ ഒരു ലെമൺ യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ വരും. പ്രിന്റ് ഇതാണ്. ആ ഒരു കറക്റ്റ് ആ ഒരു ലൈനിങ് കൂടെ വന്നു കഴിയുമ്പോണ്ടല്ലോ നല്ല രസമായിരിക്കും കാണാനായിട്ട്. നല്ല എലഗൻറ്റ് ഷെയ്ഡ്. എനിക്ക് യെല്ലോ വേറെ കുറേ ഉള്ളത് കൊണ്ട് ഞാൻ ഗ്രീൻ എടുത്താണ്. ഇതാ ഇങ്ങനെ വരും ദുപ്പട്ട. ആ സെയിം പ്രിന്റ് തന്നെ, ദുപ്പട്ടയുടെ പ്രിന്റ് തന്നെ സെയിം തന്നെയാണ്. ഇങ്ങനെ വരും. ആ കോമ്പിനേഷൻ മാത്രം ഡിഫറെൻ്റ് ആയിട്ട് വരും. ആൻഡ് ബേജ് കളറിലാണ് ബോട്ടം. ഇതാണ് എൻ്റെ ബോട്ടം പ്രിന്റ്. ഇങ്ങനെ വരും സെറ്റ്. പ്രൈസ് 1399. ഞാൻ എടുത്ത മെറ്റീരിയലാണ് കേട്ടോ ഇത് സെയിം അത് തന്നെയാണ് കണ്ടത്. ഇതിന് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു. ഇങ്ങനെ വരും, സെയിം തന്നെ വരും. ദുപ്പട്ട ഞാൻ ആദ്യം വേറെ ഇത് കണ്ടാണല്ലോ നിങ്ങൾ. ഇങ്ങനെ വരും ദുപ്പട്ട. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട. ബോട്ടം ഈ പ്രിന്റ്. പ്രൈസ് 1399. നല്ലൊരു അടിപൊളി കളറാണ് കേട്ടോ. നല്ലൊരു റെയർ ഷെയ്ഡാണ്. ഒരു ഗ്രീൻ എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിൽ ഗ്രീൻ്റെ തന്നെ ഒരു ഡീപ്പ് ഗ്രീൻ ആണ്. നല്ല രസം, ഒരു റെയർ ഷെയ്ഡാണ്. നെക്സ്റ്റ് ഒരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ. ഒരു പൈനാപ്പിൾ യെല്ലോ ഷെയ്ഡാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആണ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു യെല്ലോ ആണ്. ഭയങ്കര ബ്രൈറ്റ് അല്ല, നല്ലൊരു സട്ടിലാണ്, പക്ഷെ ബ്രൈറ്റ് അല്ല ആണ്. അതിലേക്ക് ഇതാ വൈറ്റ് കളറിൽ പ്രിന്റ് വന്നിട്ട് ഒരു വൈൻ ഷെയ്ഡിലേക്ക് ആ വൈറ്റ് കളറിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെയാണ് എൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത്. ഇത് വരും ദുപ്പട്ട. വൈറ്റ് കളറിലേക്ക് ബേസ് കളർ വന്നിട്ട് യെല്ലോ കളറിലുള്ള പ്രിന്റ്. യെല്ലോയും ഒരു വൈൻ കളറിലുമാണ് അതിൻ്റെ പ്രിന്റ് വരുന്നത്. നല്ല ഭയങ്കര ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള കോട്ട മെറ്റീരിയലാണ്. നല്ല എലഗൻ്റ് ആയിട്ട് നമുക്ക് ഇപ്പം ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ മെറ്റീരിയൽസ്. ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന മെറ്റീരിയൽസ് എല്ലാം ഭയങ്കര ട്രെൻഡിങ് ആണ്. ബോട്ടം ഇതുപോലെ പ്രിന്റഡ് ആയിട്ട് വരും. ഇതൊക്കെ വേണമെങ്കിൽ ടോപ്പ് അടിക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ ബോട്ടം അടിച്ചാൽ നല്ല ഭംഗിയിൽ ഫുൾ സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. സെറ്റിന്റെ പ്രൈസ് 1399. നെക്സ്റ്റ് ഇതാ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യെല്ലോ ആൻഡ് നേവി ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലഹരിയ പാറ്റേൺ, ഒരു ഷിബോരി പാറ്റേണിലൊക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് അതിലേക്ക് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ വരും മെറ്റീരിയൽ. യെല്ലോയും നേവി ബ്ലൂ അടിപൊളി കളർ കോമ്പിനേഷനാണ്. ഇങ്ങനെ വരുന്നു. ദുപ്പട്ട വരുന്നത് നേവി ബ്ലൂ കളറിലേക്ക് ഇങ്ങനെ. നല്ല രസമല്ലേ.
നല്ല അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള കോട്ടയാണ് കേട്ടോ. ആൻഡ് ഈ പാറ്റേണിൽ ഈ ലഹരിയും ഷിബോരി പ്രിന്റും ഒക്കെ വരുന്ന പാറ്റേൺസിൽ പ്ലെയിൻ ആയിരിക്കും ബോട്ടം ഫാബ്രിക്. ഇതാ ഇങ്ങനെ വരും, പ്ലെയിൻ ആയിട്ടുള്ള നേവി ബ്ലൂ കളറുള്ള കോട്ടൺ മെറ്റീരിയൽ. സെറ്റിന്റെ പ്രൈസ് 1399. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഒരു ബ്ലൂ ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ, ഒരു നേവി ബ്ലൂ ആണ്. അതിലേക്ക് വൈറ്റ് കളറിലാണ് പ്രിന്റ് വന്നിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ ലൈനിങ് ഇട്ട് കഴിയുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഈ ഒരു മെറ്റീരിയൽ തന്നെ അതിന്റെ ലൈനിങ് വന്നപ്പോഴാണ് അതിന്റെ ഭംഗി വന്നത്. ആ ഒരു പ്രിന്റും എടുത്ത് നിൽക്കുന്നതൊക്കെ ആ ലൈനിങ് ഇട്ടതിന് ശേഷമാണ്. സോ അപ്പോൾ ഈ മെറ്റീരിയൽ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അത്ര ഭംഗി തോന്നില്ല, പക്ഷെ ഇത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും കാണാൻ. ഇത് കണ്ടോ, ഞാൻ അത് രണ്ടായിട്ട് മടക്കി പിടിച്ച് കാണിക്കുന്നത്. ഇങ്ങനെ വരുന്നു, ബ്ലൂ ആൻഡ് വൈറ്റ് ആൻഡ് കോൺട്രാസ്റ്റ് കളറിലാണ് എൻ്റെ കോമ്പിനേഷൻ. റെഡ് കളറിലേക്ക് വരും ദുപ്പട്ട, റെഡ് ആൻഡ് നേവി ബ്ലൂ കളറിൽ. നല്ല അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ക്രേപ്പ് ലൈനിങ് ഇടുക, ക്രേപ്പ് ഇടുന്നതായിരിക്കും നല്ലത് കേട്ടോ. ഇങ്ങനെ വരും. ബോട്ടം കോട്ടൺ ഫാബ്രിക്കിലേക്ക് പ്രിന്റഡ് ആയിട്ട് വരുന്നു. ഇങ്ങനെ വരും സെറ്റിന്റെ ലുക്ക്. പ്രൈസ് 1399. നെക്സ്റ്റ് സ്കൈ ബ്ലൂ ടോപ്പ് വന്നിട്ട് കോൺട്രാസ്റ്റ് ദുപ്പട്ട വരുന്ന സെറ്റാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്കൈ ബ്ലൂ, അതിലേക്ക് വൈറ്റ് കളറിലാണ് പ്രിന്റ്. ഇത് കണ്ടോ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ് ഫാബ്രിക്. കോൺട്രാസ്റ്റ് കളറിൽ ദുപ്പട്ട വരും. മസ്റ്റാർഡ്, ഒരു മാംഗോ യെല്ലോ ഷെയ്ഡിലേക്ക്, മസ്റ്റാർഡ് അല്ല കേട്ടോ, മാംഗോ യെല്ലോ ഷെയ്ഡിലേക്കാണ് ദുപ്പട്ട വന്നിരിക്കുന്നത്. ഇങ്ങനെ വരും. കോൺട്രാസ്റ്റും കൂടെ ആണെങ്കിൽ നല്ല രസമായിരിക്കും. ഇങ്ങനത്തെ ബ്രൈറ്റ് ഷെയ്ഡ്സ് ഒക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും സ്റ്റിച്ച് ചെയ്തിടാനായിട്ട്. ബോട്ടം പ്രിന്റഡ് ആയിട്ട് വന്നിട്ട് ഒരു മാംഗോ ഷെയ്ഡിലേക്ക് കോട്ടൺ. സെറ്റിന്റെ പ്രൈസ് 1399. നെക്സ്റ്റ് ഒരു ബ്രിക്ക് ഷെയ്ഡാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ബ്രിക്ക്. ഏത് മെറ്റീരിയലിൽ വന്നാലും കണ്ടോ, കോട്ട ഫാബ്രിക്കിലേക്ക് ഈ ബ്രിക്ക് അങ്ങനെ നമുക്ക് കിട്ടാറില്ല, വല്ലപ്പോഴേ കിട്ടുള്ളൂ. ഇത് സോഫ്റ്റ് കോട്ടയാണ് കേട്ടോ. ഇങ്ങനെ വരും പ്രിന്റ്, നല്ല ചെറിയ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ദുപ്പട്ട വരുന്നത് ബ്ലാക്ക് കളറിലേക്ക് ഇതാ ഇങ്ങനെ വരും. സോഫ്റ്റ് ആയിട്ടുള്ള കോട്ട, ഭയങ്കര കംഫർട്ടബിൾ അത് യൂസ് ചെയ്യാനായിട്ട്. ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും കോട്ട എടുക്കാൻ വരുന്നവർ എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് യൂസ് ചെയ്യാന്നാണ് പറയുന്നത്. കാരണം എനിക്കും അതെ, ഞാൻ വന്നിട്ടിട്ട് നമുക്ക് ചൂട് കുറവായിരിക്കും. ഈവൻ ഞാൻ ക്രേപ്പിന്റെ ലൈനിങ് ആയിട്ടിരിക്കുന്നത്. ഞാൻ കോട്ട ഫാബ്രിക്കിനെല്ലാം ക്രേപ്പ് ലൈനിങ് ആണ് ഇടാറ് കേട്ടോ. പക്ഷെ എന്നാലും നല്ല സുഖമാണ്, എനിക്ക് ചൂടൊന്നും എടുക്കുന്നില്ല. അങ്ങനെ നല്ല കംഫർട്ടബിളാണ്. നമുക്ക് ഉള്ളിലുള്ള മെറ്റീരിയലിനും പുറത്തുള്ള മെറ്റീരിയലിനും കൂടി ഒരു കംഫർട്ടബിൾ ഉണ്ടെങ്കിലാണല്ലോ നമുക്ക് ഇടുമ്പോൾ ഒരു ഇത് കിട്ടുന്നത്. ഉള്ളിലുള്ളത് ഇപ്പോൾ ചൂടുള്ളതാണെങ്കിലും പുറമേ ഉള്ളത് വെച്ച് സോഫ്റ്റ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഫാബ്രിക് ആണ്. ഇങ്ങനെ വരുന്നു ബോട്ടം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സെറ്റാണ് കേട്ടോ. പ്രൈസ് 1399. നെക്സ്റ്റ് വയലറ്റ് കളറിലേക്ക്, ഒരു ഭയങ്കര ബ്രൈറ്റ് അല്ല, ഒരു ലാവൻഡർ മിക്സ് ആയിട്ടുള്ള ഒരു വയലറ്റ് ഷെയ്ഡാണ്. ഇത് റീസ്റ്റോക്ക് വന്നിരിക്കുന്നതാണ് കേട്ടോ. ഇങ്ങനെ വരും പ്രിന്റ്. ഇതിലേക്ക് കോൺട്രാസ്റ്റ് കളറിലാണ് ദുപ്പട്ട വരുന്നത്. സ്കൈ ബ്ലൂ കളറിലേക്ക് അടിപൊളിയായിട്ടുള്ള കളർ കോമ്പിനേഷൻ. ഇത് കണ്ടോ, ബോട്ടം വരുന്നതും കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ സ്കൈ ബ്ലൂ കളറിൽ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ്. സെറ്റിന്റെ പ്രൈസ് 1399. നെക്സ്റ്റ് ഒരു ടീൽ ബ്ലൂ ഇൻഡിഗോ ബ്ലൂ കൂടെ, ടീൽ ബ്ലൂ നേവി ബ്ലൂ കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അതിലേക്ക് മസ്റ്റാർഡ് കളറിലേക്കുള്ള ഒരു പ്രിന്റ്. ഇതൊരു റെയർ പ്രിന്റ് ആണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ്. ഇതാ ഇങ്ങനെ വരും. നല്ല രസമുണ്ട് കാണാനായിട്ട്. അതൊരു പ്രത്യേക ഒരു കളറുമാണ്. അതിലേക്ക് വന്നിരിക്കുന്ന പ്രിന്റിന്റെ പാറ്റേണും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് വരുന്നത്. ഇങ്ങനെ വരും ദുപ്പട്ട. നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ്. നല്ല രസമല്ലേ കാണാൻ. ഒരു ടീൽ ബ്ലൂ ഉണ്ട്, നേവി ബ്ലൂ ഉണ്ട്, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നല്ല രസമുള്ളൊരു റെയർ ഷെയ്ഡാണ്. ഒരു കറക്റ്റ് കളർ പറയാൻ കിട്ടുന്നില്ല. ബോട്ടം വരുന്നത് ആ സെയിം ഷെയ്ഡിലേക്ക് തന്നെ ബ്ലാക്ക് കളറിലുള്ള പ്രിന്റ്. ഇങ്ങനെ വരും സെറ്റ്. പ്രൈസ് 1399. നെക്സ്റ്റ് കുറച്ചുകൂടി കോട്ടന്റെ മിക്സ് കൂടുതലുള്ള ഒരു കോട്ട ഫാബ്രിക് ആണ്. കോട്ട തന്നെയാണ്, പക്ഷെ കുറച്ചും കൂടി ഒരു കോട്ടന്റെ ഒരു കണ്ടന്റും കൂടെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയൽ ആണ്, നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇങ്ങനെ വരും. ഷെയ്ഡ് വരുന്ന ഒരു വയലറ്റും ലാവൻഡറും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിലേക്ക് മൾട്ടി കളർ പ്രിന്റ് വരുന്നു. മൾട്ടി കളർ അല്ല, ഡാർക്ക് ബ്ലൂവും യെല്ലോയും കളറിലാണ് പ്രിന്റ് വരുന്നത്. ഇത് വരും ദുപ്പട്ട. നല്ല രസമുള്ളൊരു സോഫ്റ്റ് കോട്ട ഫാബ്രിക്കിലേക്ക് വരും ദുപ്പട്ട. നല്ല ലെങ്ത് ഉണ്ട് ടോപ്പിന്. 50 ഇഞ്ച് വരെ ലെങ്ത് കിട്ടുന്ന ഒരു ലെങ്ത് ഉള്ള മെറ്റീരിയൽ ഉണ്ട് കേട്ടോ. ഇതിന് വരുന്നത് ബോട്ടം കോട്ടൺ. പ്രൈസ് 1399. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ്. പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്തോളാം. അപ്പോൾ നമുക്ക് പുതിയ കളക്ഷൻസ് ആയിട്ട് വീണ്ടും കാണാം. ബൈ.